ഹലോ ഓൾ ഇൻ ഹാനിയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓവൻ ഇല്ലാതെ എങ്ങനെ വളരെ പെട്ടെന്ന് പിസ്സ തയ്യാറാക്കാമെന്നുള്ളതാണ്. ഇതിലോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈസ്റ്റാണ്. അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നമുക്ക് കുതിർത്ത് വയ്ക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിസ്സ ഡോ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈസ്റ്റ് നല്ലോണം അതിൽ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 4 കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. സാധാ മാവിൻ്റെ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്കതിനെ കവർ ചെയ്ത് കൊടുത്ത് മാറ്റി വയ്ക്കാം 1 മണിക്കൂറിന്. ഇനി നമ്മൾ ബോൺലെസ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ടൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിൽ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി പൊരിയുന്നത് വരെ പൊരിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ പിസ്സ ചീസ് എന്നുള്ള മോസറല്ല ചീസ് തന്നെയാണ്. ഇനി നമുക്ക് പിസ്സ സോസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലോട്ട് ഞാൻ 4 തക്കാളി എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ വലിയുള്ളി, ഒലിവ് ഓയിൽ ഒരു പാനിൽ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ട് ചൂടാക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. വേവിച്ചെടുത്ത തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. ഞങ്ങൾക്ക് നന്നായിട്ട് അരിഞ്ഞില്ല, അതുകൊണ്ടാണ് തക്കാളിൻ്റെ പീസസ് അതിൽ കിടക്കുന്നത്. ഇവിടെ അല്പം പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ചേർക്കുന്നതാവും ഏറ്റവും നന്നാവുക. കാരണം ഞങ്ങൾക്കിവിടെ ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പഞ്ചസാര ചേർത്തത്. അല്പം ഓർഗാനോ ചേർക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സോസ് തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചീസ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് പീൽ ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നീളത്തിൽ അരിഞ്ഞ സവാളയും നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കവുമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഡോ തയ്യാറായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം 1 മണിക്കൂർ വരെ ഡോ നമുക്ക് പൊന്താൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ഡോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നന്നായി പരത്തിയെടുക്കാം റൗണ്ട് ഷേപ്പിൽ. അരികുവശം കുറച്ച് കട്ടിയുള്ളതാക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ആ പിസ്സേൻ്റെ ഒരു ടേസ്റ്റും ആ ഹാർഡ്നെസ്സൊക്കെ കിട്ടുള്ളൂ. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത പാനിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ പാനിലോട്ട് നമ്മൾ ഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടാവുന്ന വരെ കാത്തു നിൽക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് പിസ്സ സോസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് പൊരിച്ച് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കാം. മോസറല്ല ഇട്ട് കൊടുക്കാം.
ദെൻ സെക്കൻഡ് ടേം നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. നമുക്കൊരു പാത്രം ഉപയോഗിച്ച് ചീസ് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം.